الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-ശുഅറ 139-142 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആദ് സമുദായം ഹൂദ് നബി അലൈഹി സ്വലാമിനെ കളവാക്കി. അങ്ങനെ വിശുദ്ധമായ അല്ലാഹുവിന്റെ വചനങ്ങൾക്കെതിരെ അവർ സംസാരിച്ചു. അതിനുശേഷം സംഭവിച്ചത് എന്താണ്? അതിനെ അവർ കളവാക്കുകയുണ്ടായ വിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ വചനങ്ങൾ അവർ കളവാക്കുകയുണ്ടായി. അപ്പോൾ നാം അവരെ പിടികൂടി അവരെ നശിപ്പിച്ചു കളഞ്ഞു. അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. നിശ്ചയമായും അതിലുണ്ട് ആയത്തൻ ദൃഷ്ടാന്തമുണ്ട്, വലിയ ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. അവരെ പിടികൂടി നശിപ്പിച്ചതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. പിൽക്കാലക്കാർക്ക്, മക്കക്കാരെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, മദീനക്കാരെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്നത്. അവരിൽ അധിക പേരും വിശ്വസിച്ചിരുന്നില്ല, അധിക പേരും വിശ്വാസികളായിരുന്നില്ല. മുൻ സമുദായങ്ങളിലൊക്കെയും സംഭവിച്ചത് തന്നെയാണ്, ഈ സമുദായത്തിലും സംഭവിക്കാനിരിക്കുന്നു തന്നെയാണ്. കൂടുതലാരും അവിശ്വാസികളാകില്ല. നോക്കൂ നിങ്ങൾ, വളരെ കുറച്ചു പേർ മാത്രമേ വിശ്വാസികളാകുള്ളൂ. ഭൂരിപക്ഷം പേരും എന്നും അസത്യത്തിന്റെ പാതയിൽ തന്നെയായിരിക്കും. ശേഷം അടുത്താത്തുള്ള പറയുകയാണ്, എന്ന റബ്ബക മുഹമ്മദ് നബിയെ, നിശ്ചയമായും താങ്കളുടെ റബ്ബെന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, ലഹുവ അവൻ തന്നെയാണ്, അൽ അസീസുർ റഹീം പ്രതാപശാലിയും കരുണാനിധിയും. അവൻ തന്നെയാണ് പ്രതാപവാൻ, അവൻ തന്നെയാണ് കരുണാനിധി. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അവനെ മുറുകെ പിടിച്ചുകൊള്ളൂ, അപ്പോൾ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അതാണ് അന്തിമ വിജയത്തിനുള്ള ഏകമാർഗം എന്നാണ് പറയുന്നത്. അതല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുറുകെ പിടിച്ചിട്ട് അവരോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് എന്തുണ്ട് കാര്യമെന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികളെയും ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യക്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ സന്ദേശമാണ് ഓരോ ആയത്തുകളും നമുക്ക് വെളിച്ചോതി നൽകുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.